യേശുവെ നന്ദി, യേശുവെ സ്തുതി, കൃപാസന മാതാവേ നന്ദി. എൻ്റെ പേര് അലീഷ. ഞാൻ തൊടുപുഴയ്ക്കടുത്ത് വഴുത്തല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് സെപ്റ്റംബർ 2023 ഉടമ്പടി എടുത്തത് വഴിയും ഉടമ്പടി പുതുക്കിയത് വഴിയും എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക്, കൃപാസന മാതാവിനോട് ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. എനിക്ക് ആദ്യമായി ലഭിച്ച അനുഗ്രഹം, ഞാൻ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ഇറഗുലർ പീരീഡ്സ് ആയിരുന്നു. അത് കാരണം ഏകദേശം 1 വർഷമൊക്കെ എനിക്ക് പീരീഡ്സ് ആകാതിരുന്നിട്ടുണ്ട്. അത് കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹോർമോൺ ഇംബാലൻസ് ആണ്, ഹോർമോൺ ടാബ്ലറ്റ് കഴിക്കണമെന്ന് പറഞ്ഞു. ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചാൽ അതിന് കുറേ സൈഡ് എഫക്ട്സ് ഉള്ളതിനാൽ ഞങ്ങൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തില്ല. പകരം ഞങ്ങൾ ഒരു ഹോമിയോ ഡോക്ടറിനെ പോയി അവിടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടും കുറേ നാളുകൾ കഴിഞ്ഞിട്ടും എനിക്ക് പീരീഡ്സ് കറക്റ്റ് ആവുന്നില്ല. മരുന്ന് കഴിക്കുമ്പോൾ പീരീഡ്സ് ആകും, പിന്നീട് വീണ്ടും പഴയപടിയാവും. അപ്പം ഞാൻ ഹോമിയോ ട്രീറ്റ്മെൻറ്റ് നിർത്തിവെച്ചു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ബ്ലഡ് ക്ലോട്ട് പോലെ എന്തോ ഒന്നിങ്ങനെ പുറത്തേക്ക് വന്നു. എനിക്ക് വേദനയും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. എനിക്ക് കിടക്കാനും പറ്റില്ല, നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു എനിക്ക്. അപ്പം ഞങ്ങൾ വീണ്ടും ഹോമിയോ ഡോക്ടറിനെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇത്രയും നാളും പീരീഡ്സ് ആവാതെ ഇരുന്നത് കൊണ്ട്, ഇറഗുലർ പീരീഡ്സ് ആയതുകൊണ്ട് ബ്ലഡ് കട്ട പിടിച്ചിരിക്കുന്നതായിരിക്കും, മെഡിസിൻ എടുത്ത് കഴിയുമ്പോൾ അത് നോർമലി പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 ആഴ്ച ഞങ്ങൾ മെഡിസിൻ എടുത്ത് വെയിറ്റ് ചെയ്തെങ്കിലും ഈ ബ്ലഡ് ക്ലോട്ട് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി അലോപ്പതി ഡോക്ടറിനെ കാണാമെന്ന് തീരുമാനിച്ച് ഡോക്ടറിനെ പോയി കണ്ടു. ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ഇത് എൻഡോമെട്രിക് തിക്നെസ് ആണ്, എനിക്ക് ഹോർമോൺ ഇംബാലൻസ് ഉള്ളത് കൊണ്ടും അതുപോലെ ഇറഗുലർ പീരീഡ്സ് ആയതുകൊണ്ടും നിൻ്റെ യൂട്രസിന് ഭയങ്കര കട്ടി വെച്ചിരിക്കുകയാണ്, അങ്ങനെ വജനൽ പോളിപ്പ് വന്നതാവാനാണ് ചാൻസ് എന്ന് പറഞ്ഞു. ഡോക്ടർ എനിക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഏകദേശം 1 മാസത്തോളം ഞാൻ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുത്തെങ്കിലും എനിക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി തൈലവും അതുപോലെ കൃപാസന മാതാവിൻ്റെ തേനുമൊക്കെ കഴിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഡോക്ടറിനെ കാണാൻ പോയപ്പോഴും ഡോക്ടർ പറഞ്ഞു ഏകദേശം 1 മാസമായില്ലേ ഇതിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, ഇനി ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല, അപ്പം നമുക്ക് DNC ചെയ്യണമെന്ന് പറഞ്ഞു. DNC ആദ്യമേ തന്നെ എന്നോട് സജസ്റ്റ് ചെയ്യാത്തത് കാരണം ഞാൻ അൺമാരീഡ് ആണ്, അതുകൊണ്ട് DNC ചെയ്യണത് നല്ലതല്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങളോട് ഇനിയിപ്പോൾ DNC അല്ലാണ്ട് വേറെ ഒരു ഓപ്ഷൻ ഇല്ലയെന്ന് പറഞ്ഞു. DNCക്ക് ഡേറ്റ് ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും DNCക്ക് ഒരു ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അതിനുള്ളിൽ എനിക്ക് ഉടമ്പടി പുതുക്കാൻ സമയമായിരുന്നു. ഞാൻ അടുത്ത ദിവസം തന്നെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി എൻ്റെ DNC കൂടാതെ ഈ ബ്ലഡ് ക്ലോട്ട് പുറത്ത് പോകുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് കൃപാസനത്തിൽ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് എനിക്ക് ജോസഫ് അച്ഛനെ കണ്ട് ജോസഫ് അച്ഛൻ തലയിൽ ബ്ലെസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സ്കാനിങ് റിപ്പോർട്ടുകളെല്ലാം കയ്യിലെടുത്തിട്ടാണ് വന്നിരുന്നത്. അങ്ങനെ എനിക്ക് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനും സാധിച്ചു. ജോസഫ് അച്ഛൻ എൻ്റെ സ്കാനിങ് റിപ്പോർട്ടുകളെല്ലാം കൃപാസന മാതാവിൻ്റെ രൂപത്തിൽ മുത്തിച്ചിട്ട് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, നീ കൃപാസനത്തിൽ വരുമ്പോൾ മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയണമെന്ന്. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ DNC ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഒരു ദിവസം രാത്രി ഞാൻ വാഷ്റൂമിൽ പോയപ്പോൾ ഈ ബ്ലഡ് ക്ലോട്ട് കുറച്ചധികം പുറത്തേക്ക് വന്നു. അന്ന് രാത്രി ആയതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ DNC കൂടാതെ അത് നോർമലി തന്നെ അത് പുറത്തേക്ക് എടുത്ത് കളഞ്ഞു. DNC ബയോപ്സിക്ക് അയച്ചപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് എനിക്കിത് സാധിച്ചു കിട്ടിയത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരണം 1 മാസം ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും പോകാത്ത സാധനമാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അത് പുറത്ത് പോയത്. എനിക്ക് ഭയങ്കര അസ്വസ്ഥതയും വേദനയുമായിരുന്നു അത് കാരണം ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ സാക്ഷ്യം പറയാൻ ഞാൻ ഒത്തിരി അധികം താമസിച്ചു പോയി. അതിന് മാതാവിനോടും കൃപാസന അമ്മയോടും ഈശോയോട് ഞാൻ ആദ്യമായി ക്ഷമ ചോദിക്കുന്നു. അടുത്തതായി എനിക്ക് ലഭിച്ച അനുഗ്രഹം, ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ബഹ്റൈനിൽ ജോലി അന്വേഷിച്ച് പോയേക്കുമായിരുന്നു. വിസിറ്റിംഗ് വിസയിലാണ് പോയത് 1 വർഷത്തെ. പക്ഷേ ഞാൻ BSc കെമിസ്ട്രിയും MSc ജിയോളജിയും ആയിരുന്നു പഠിച്ചിരുന്നത്. എൻ്റെ ബ്രദറും ഫാമിലിയും അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ബഹ്റൈനിൽ ചെന്നു 2024 ജൂണിൽ. പക്ഷേ ഞാൻ 2024 ചെന്ന ആ വർഷം മുതൽ ബഹ്റിൻ്റെ ഗവൺമെൻറ് വിസിറ്റിംഗ് വിസയിൽ ജോലിക്കായി വരുന്നവർക്ക് വർക്ക് വിസ കൊടുക്കരുതെന്ന നിയമം നിലവിൽ കൊണ്ടുവന്നിരുന്നു. എങ്കിലും ചില കമ്പനികൾ വിസിറ്റിംഗ് വിസയിൽ വരുന്നവരെ ഹയർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ജൂൺ 24 ചെന്നപ്പോൾ ആ മാസം മുതൽ ഗവൺമെൻറ് ഈ നിയമം വളരെയധികം സ്ട്രിക്റ്റ് ആക്കി. അങ്ങനെ ജോലിക്കായി വരുന്നവരെ എടുക്കേണ്ടെന്ന് തന്നെ നിയമം സ്ട്രിക്റ്റ് ആക്കി.
LMRI ചെക്കിംഗ് നടത്തി വിസിറ്റിംഗ് വിസയിൽ വരുന്ന എംപ്ലോയീസിനെ ഡീപ്പോർട്ട് ചെയ്യുന്ന വിവരമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് മുൻപിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാതാവിനോടും ഔസേപ്പിതാവിനോടും ഈശോയോടും നിരന്തരമായി പ്രാർത്ഥിച്ച് നിരവധി ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു. ഏകദേശം ഒരു 30-ലധികം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഞാൻ ഒന്നിലും ഷോർട്ട് ലിസ്റ്റായില്ല. കാരണം ഞാൻ നാട്ടിലും ജോലി ചേരുന്നില്ല. എനിക്ക് വിസിറ്റിംഗ് വിസയാണുള്ളത്, അത് വർക്ക് വിസയേ ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്നെ ആരും ഹയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വളരെയധികം വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഏത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും എൻ്റെ അമ്മ പറയുമായിരുന്നു, കൃപാസന മാതാവിൻ്റെ തൈലവും അതുപോലെ കൃപാസന ഉപ്പും എണ്ണയും ഒക്കെ വെച്ച് പ്രാർത്ഥിക്കണം. ഏത് ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ കൃപാസന ഉപ്പ് അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ആ സ്ഥാപനത്തിൽ തൂളി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കയറണമെന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നോടെന്നും പറയുമായിരുന്നു. അതുപോലെ എവിടെ പോയാലും മാതാവിൻ്റെ കാശ് രൂപം മുറുകെ പിടിച്ച് പൊക്കോളാനും അമ്മ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഏകദേശം ഒരു 8-9 മാസമായിട്ടും എനിക്ക് ജോലിയൊന്നും ആവാതെ വന്നപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകാമെന്ന് തന്നെ തീരുമാനിച്ചിരുന്നു. പിന്നീട് ഞാനിങ്ങനെ പോകാമെന്ന് കരുതിയിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്തായാലും ഇനി ഒരു 3 മാസം കൂടി ഉണ്ടല്ലോ നിൻ്റെ വിസ തീരാൻ, നീ ഒന്നോടെ ശ്രമിക്കാൻ പറഞ്ഞു. അപ്പം എനിക്കറിയാം എന്തായാലും നിലവിലത്തെ ബഹ്റൈനിലെ സ്ഥിതി അനുസരിച്ച് ഒരു ജോലി കിട്ടില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ സാറുമാർ പറയും, ഇവിടെ വിസിറ്റിംഗ് വിസയിലുള്ളവരെ അല്ലാണ്ട് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇഷ്ടംപടി എംപ്ലോയീസ് ഉണ്ട്, ഞങ്ങൾക്ക് അവരെ ഹയർ ചെയ്യുന്നതാണ് ലാഭം എന്ന് എൻ്റെ അടുത്ത് പല സാറുമാരും മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒത്തിരി നിരാശപ്പെട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞത് പ്രകാരം ഞാൻ വീണ്ടും എന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ വിസിറ്റിംഗ് വിസ തീരാൻ ഇനി 3 മാസം കൂടി ഉണ്ട്. ഇതിനുള്ളിൽ എനിക്ക് ഒരു ജോലി ബഹ്റൈനിൽ ശരിയാക്കി തരുവാണെങ്കിൽ ഞാൻ നാട്ടിൽ വരുമ്പോൾ മാതാവിൻ്റെ അടുത്ത് കൃപാസന പള്ളിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പിന്നീട് നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലാത്തതായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഒരു ഇൻ്റർവ്യൂ കോൾ വരുന്നു. പിറ്റേ ദിവസം വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത അന്ന് തന്നെ എന്നെ ഹയർ ചെയ്യാമെന്നും എനിക്ക് വർക്ക് വിസ തരാമെന്നും എന്നോട് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓഫർ ലെറ്റർ തന്നു. അങ്ങനെ മാതാവ് വഴി എനിക്ക് വലിയൊരു അത്ഭുതം തന്നെ എൻ്റെ കൺമുൻപിൽ മാതാവ് നടത്തി തന്നു. എനിക്ക് ബഹ്റൈനിലൊരു ജോലി ഒരിക്കലും കിട്ടില്ലാത്തൊരു ജോലിയാണെന്ന് എല്ലാവരും പറഞ്ഞതാണ്. എനിക്ക് അവിടെ ജോലി ലഭിച്ചു. എൻ്റെ വിസ തീരുന്നതിന് മുന്നേ തന്നെ അത് ലഭിച്ചു. അങ്ങനെ നിലവിലത്തെ സ്ഥിതി അനുസരിച്ച് ബഹ്റൈനിലെ വർക്ക് വിസ കിട്ടണമെങ്കിൽ നാട്ടിലേക്ക് എക്സിറ്റ് അടിക്കണമായിരുന്നു. അപ്പം എൻ്റെ സാർ പേയ്മെൻറ്റ് കൊടുത്താണ് എനിക്ക് വർക്ക് വിസ ശരിയാക്കാൻ നോക്കിയത്. അപ്പോൾ സാർ എൻ്റെ അടുത്ത് നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ പറഞ്ഞു, മാക്സിമം 2 ദിവസം അതിനുള്ളിൽ നീ തിരിച്ച് ബഹ്റൈനിൽ എത്തണമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, നിനക്ക് ദുബായിക്ക് എക്സിറ്റ് അടിക്കാം, അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കൃപാസനത്തിൽ സാക്ഷ്യം പറയാനുള്ളതുകൊണ്ട് ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ നാട്ടിലേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ 2 ദിവസം സമയമുള്ളൂ. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് അപ്പച്ചൻ്റെ അമ്മച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ 2 ദിവസത്തിനുള്ളിൽ ഞാൻ തൊടുപുഴയിൽ നിന്ന് എങ്ങനെ വന്ന് സാക്ഷ്യം പറയാനാണ് ഇവിടെ, ഇന്നത്തെ വരവിന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് ഞാൻ നീട്ടി വെച്ചു സാക്ഷ്യം പറയുന്നത്. പക്ഷേ എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയായിരുന്നു, 2 ദിവസം ഇല്ലേ സമയം, നിനക്ക് പോയി സുഖമായിട്ട് പറഞ്ഞിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ആകെ 2 ദിവസമുള്ളൂ, അത് കഴിഞ്ഞാൽ തിരിച്ച് ബഹ്റൈനിലേക്ക് പോകണം, പല സാധനങ്ങൾ മേടിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ദിവസം പോക്കാമെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു, കൃപാസനത്തിലേക്ക് വന്ന 1 ഡേ പോകും, പിന്നെ ആകെ ഒരു ദിവസമുള്ളൂ. അപ്പം ഇനി ഞാൻ നാട്ടിലേക്ക് വരുന്നത് 1-2 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഒന്നും കൊണ്ടുപോകാനൊന്നും പറ്റില്ല, കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്ന് പറഞ്ഞ് ഞാൻ നീട്ടിവെച്ചു. അങ്ങനെ അപ്പോഴാണ് എൻ്റെ സാർ എന്നെ വിളിച്ചിട്ട് പറയണത്, അലീഷ, നിൻ്റെ വർക്ക് വിസ ഡീറ്റെയിൽസ് എൻട്രി ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് വന്നു. ഇനി നിനക്ക് നോർമൽ വർക്ക് വിസ അടിച്ച് കിട്ടുന്ന അത്രയും സമയം എടുക്കും നിൻ്റെ വർക്ക് വിസ റെഡിയാകാൻ. അതായത് ഏകദേശം 21 മുതൽ 28 ദിവസം വരെ പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, മാതാവ് ഈശോയിൽ നിന്ന് തന്ന അനുഗ്രഹം ഞാൻ സാക്ഷ്യപ്പെടുത്താതെ പോകാൻ തീരുമാനിച്ചതിന് മാതാവ് എനിക്ക് സാക്ഷ്യം പറയാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എനിക്ക് നാട്ടിൽ തന്നെ മെഡിക്കലും എടുക്കേണ്ടി വന്നു. എനിക്ക് കഫക്കെട്ടുണ്ടായിരുന്നു, പക്ഷേ മെഡിക്കലിൽ യാതൊരു കുഴപ്പമില്ലാണ്ട് ഞാൻ മെഡിക്കൽ ക്ലിയറായി. അങ്ങനെ മെഡിക്കൽ ചെയ്യാൻ പോയ ആ സ്ഥാപനത്തിൽ വെച്ച് 2 ചേച്ചിമാരെ പരിചയപ്പെട്ടു. ആ ചേച്ചിമാർ 2 കുവൈറ്റിലേക്ക് പോകാനുള്ളവരായിരുന്നു. അവർക്ക് ചെസ്റ്റ് എക്സ്റേയിൽ എന്തോ ഇൻഫെക്ഷൻ പോലെ കാണിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ മെഡിക്കൽ ക്ലിയർ ആയില്ല. വീണ്ടും 13 ദിവസം കഴിഞ്ഞ് മെഡിക്കൽ ചെയ്യാമെന്ന് അവരുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞു. ചെയ്താലും നിങ്ങൾ എന്തായാലും മെഡിക്കൽ പാസ്സാവില്ല, കാരണം 13 ദിവസം കൊണ്ട് നിങ്ങളുടെ ഇൻഫെക്ഷൻ ഒന്നും പോകത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം ഞാൻ അതിലൊരു ചേച്ചി ഭയങ്കര വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ആലപ്പുഴ കൃപാസനം എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്, ചേച്ചി അവിടെ പോയി
കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി, മാതാവേ 13 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും മെഡിക്കൽ ചെയ്യുമ്പോൾ മെഡിക്കലിനകത്ത് യാതൊരു കുഴപ്പമില്ല എന്ന് കാണിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോളം പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും സാക്ഷ്യം പറയാൻ മാതാവ് ഒരു അവസരം ഉണ്ടാക്കി തന്നു. അടുത്തതായി എൻ്റെ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹം, എൻ്റെ ചേട്ടായി ബഹ്റൈനിലാണുള്ളത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ചേട്ടായി ബഹ്റൈനിൽ തന്നെയാണ്. ചേട്ടായിക്ക് നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. 2023 ചേട്ടായിക്ക് ബഹ്റൈനിലായിരുന്നപ്പോൾ ഭയങ്കര നടുവേദനയും വയറുവേദനയും വന്നു. തുടർന്ന് ചേട്ടായി ബഹ്റൈനിലെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, ഇത് കിഡ്നി സ്റ്റോൺ ആണ്, യൂറിനിക്കൂടെ തന്നെ സ്റ്റോൺ പുറത്ത് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ മെഡിസിനും കൊടുത്തു വിട്ടു. അങ്ങനെ മെഡിസിൻ കഴിച്ച് പുറത്ത് പോയില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. മെഡിസിൻ കഴിച്ച ആദ്യ നാളുകളിൽ ചേട്ടായിക്ക് വേദനയൊക്കെ കുറവുണ്ടായിരുന്നു. എങ്കിലും സ്റ്റോൺ യൂറിനിക്കൂടെ പുറത്ത് പോകുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ വേദനയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ചേട്ടായി വീട്ടിലേക്ക് അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മയെ പ്രാർത്ഥിക്കണമെന്ന്. അമ്മ ചേട്ടായോട് പറഞ്ഞു, നീ മാതാവിൻ്റെ വെഞ്ചരിച്ച എണ്ണയുണ്ടല്ലോ, വിശുദ്ധ തൈലം നെറ്റിയിൽ വെറ്റി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് മാതാവിൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു. അമ്മ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഈ കാര്യം നിയോഗത്തിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 2-3 മാസം കഴിഞ്ഞപ്പോൾ ചേട്ടായി തിരിച്ച് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു, അമ്മയെ സ്റ്റോൺ യൂറിനിക്കൂടെ പുറത്ത് പോയെന്ന്. പല ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്തിട്ടും സ്റ്റോൺ പോകുന്നുണ്ടായിരുന്നില്ല. മാതാവിൻ്റെ എണ്ണ വയറിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2-3 മാസത്തിനുള്ളിൽ സ്റ്റോൺ പുറത്തേക്ക് പോയി. അതുപോലെ അടുത്തതായും ചേട്ടായിക്ക് ലഭിച്ച സാക്ഷ്യമാണ്. 2024 ചേട്ടായി ബഹ്റൈനിലായിരിക്കുമ്പോൾ ചേട്ടായിക്ക് ഭയങ്കര പനിയും വിറയൊക്കെ വന്നു. ബഹ്റൈനിൽ തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ പല ബ്ലഡ് ടെസ്റ്റുകളും സ്കാനിങ്ങുകളും ഒക്കെ നടത്തിയിട്ട് പറഞ്ഞു, ഇത് മഞ്ഞപ്പിത്തമാണ്, പിന്നെ ലിവറിന് ചെറിയൊരു വീക്കമുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ബഹ്റൈനിലെ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ, അതുകൊണ്ട് നാട്ടിലേക്ക് പോരെ എന്ന് അപ്പച്ചനും അമ്മച്ചയും ചേട്ടായിട്ട് പറഞ്ഞു. പക്ഷേ ചേട്ടായി അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ 2022 ജോയിൻ ചെയ്ത്. കമ്പനി കോൺട്രാക്റ്റ് പ്രകാരം 2 വർഷം കഴിഞ്ഞിട്ടാണ് ലീവ് അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ചേട്ടായി ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ലീവ് കിട്ടാൻ ചാൻസ് ഇല്ല, അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്തായാലും ബഹ്റൈനിൽ തന്നെ എടുക്കേണ്ട വരുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴും അമ്മയ്ക്ക് ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു. അമ്മ കൃപാസനത്തിൽ വന്ന് ഞാനും അമ്മയും ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ നിയോഗത്തിൽ ഈ 2 കാര്യങ്ങളും, ചേട്ടായിക്ക് ലീവ് കിട്ടുന്ന കാര്യവും അതുപോലെ ചേട്ടായിയുടെ മഞ്ഞപ്പിത്തമില്ല എന്നുള്ള റിപ്പോർട്ട് ഡോക്ടറിനെ നാട്ടിൽ വന്ന് കാണുമ്പോൾ തരികയാണെങ്കിൽ സാക്ഷ്യം പറയാമെന്നുള്ള കാര്യവും നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞങ്ങൾ കൃപാസനത്തിൽ നിന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ചേട്ടായിയുടെ കോള് വന്നു, കമ്പനി 2 ആഴ്ചത്തെ ലീവ് കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടായി നാട്ടിലേക്ക് വരും പിറ്റേ ദിവസം എന്നും പറഞ്ഞു. പിന്നെ ബഹ്റൈനിൽ വെച്ചൊരു മലയാളി ഡോക്ടറിനെ കണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിനെ സജസ്റ്റ് ചെയ്തു. ചേട്ടായി നാട്ടിൽ വന്ന അന്ന് തന്നെ ഞങ്ങൾ കോട്ടയം കാരിത്താസിൽ പോയി ആ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഡോക്ടറും പല ബ്ലഡ് ടെസ്റ്റുകളും സ്കാനിങ്ങുകളും ഒക്കെ നടത്തി. അങ്ങനെ ഫൈനൽ റിപ്പോർട്ട് വന്നപ്പോൾ അത് മഞ്ഞപ്പിത്തമല്ല എന്നും മഞ്ഞപ്പിത്തം തോന്നിക്കുന്ന ഒരു തരം വൈറസ് മാത്രമാണെന്നും ഡോക്ടർ റിപ്പോർട്ട് തന്നു. അങ്ങനെ 1 മാസത്തേക്കുള്ള മെഡിസിൻ ഡോക്ടർ കൊടുത്തുവിട്ടു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ലീവ് തീർന്നപ്പോൾ ചേട്ടായി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ച് ബഹ്റൈനിലേക്ക് പോയി. പിന്നീട് ഇന്ന് വരെ ഒരിക്കലും ചേട്ടായിക്ക് ഇത്തരത്തിലുള്ള യാതൊരു അസുഖവും വന്നിട്ടില്ല. മാതാവും ഈശോയും ഇത്രയും വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് തന്നു. പിന്നെ എനിക്ക് ഉടമ്പടി എടുത്ത പ്രകാരം ഞാൻ കുറേ ആത്മീയമായി വളരെ എനിക്ക് സാധിച്ചു. ഞാൻ അങ്ങനെ ബൈബിളൊന്നും വായിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു. ഞാൻ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ മാത്രമാണ് ബൈബിൾ വായിച്ചിരുന്നത്. കൃപാസന ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് 1/2 മണിക്കൂർ ബൈബിൾ വായിക്കാൻ പറ്റാറുണ്ട്. അതുപോലെ ഞാനിപ്പോൾ ബഹ്റൈനിലായിരുന്നു ഉണ്ടായിരുന്നത്. നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഞാൻ ഡെയിലി കുർബാന ഹോളി മാസിന് പോകുമായിരുന്നു. അതുപോലെ കൊമ്പസാരിക്കുമായിരുന്നു മാസത്തിലൊരിക്കൽ. ബഹ്റൈനിൽ ഞങ്ങൾക്ക് ഫ്രൈഡേയ്സാണ് മാസം ഉള്ളത്. അപ്പം ഞാൻ ഫ്രൈഡേയ്സ് മാസിന് അറ്റൻഡ് ചെയ്യും. അതുപോലെ കുമ്പസാരിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ കുമ്പസാരിക്കാറുമുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയതും ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. കാരണം മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ളൊരു തോന്നലാണ് എൻ്റെ മനസ്സിൽ ആദ്യം വരാറുള്ളത്. അങ്ങനെ ഉടമ്പടി എടുത്ത പ്രകാരം ആദ്യമൊക്കെ എനിക്ക് കൃപാസന പത്രമൊക്കെ കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം ആരെങ്കിലും ഒരാൾ വേണ്ട മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് അടിക്കുമോ അപ്പം തന്നെ. അപ്പം ഞാൻ പിന്നെ എനിക്ക് ആൾക്കാർ മേടിക്കുമോ ഇല്ലയോ അങ്ങനെ ഒരു സംശയമായിരുന്നു. പിന്നെ ഞാൻ പിന്നീട് ഉടമ്പടി പുതുക്കി തുടങ്ങിയപ്പം ഞാൻ ധൈര്യമായിട്ട് ഉടമ്പടി പത്രം മേടിച്ചാലും മേടിച്ചില്ലെങ്കിലും ഞാൻ കൊണ്ട് കൊടുക്കും. എന്നിട്ട് കൃപാസനത്തെക്കുറിച്ച് പറയും, ഉടമ്പടി പത്രം വെച്ച് പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ഞാൻ നിരവധി ആളുകൾക്ക് എൻ്റെ ഇടവകയിലും മറ്റുള്ള പള്ളികളിലും പോയി കൃപാസന പത്രം കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ കൃപാസന പത്രം മേടിക്കുമ്പോൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകൾ നിപ്പി തന്നെ കൃപാസന പത്രം വായിക്കാറുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നിയിട്ടുണ്ട്. പിന്നീട് ഞാനും അമ്മയും പല പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്.
ഞങ്ങളുടെ അവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. ഞങ്ങൾ അവിടെ പോയി രോഗികളെ കാണും, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള പൈസ കൊടുക്കും. അതുപോലെ അവരുടെ നെറ്റിയിൽ ഞങ്ങൾ കൃപാസന തൈലം വെച്ച് പ്രാർത്ഥിക്കും, കൃപാസന ഉടമ്പടി പത്രം കൊടുക്കും. വീടുകളിൽ കൂടെ അമ്മ പോയി ശുശ്രൂഷ ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ അധികം അനാഥ മന്ദിരത്തിൽ ഞങ്ങൾക്ക് പൈസ കൊടുത്ത് സഹായിക്കാൻ സാധിച്ചു. അങ്ങനെ കൃപാസന ഉടമ്പടി എടുത്തതിലൂടെ ആത്മീയമായും ഇങ്ങനെ മടികളൊക്കെ മാറ്റിവെച്ച് കുറേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാനുള്ള പ്രേരണയൊക്കെ കിട്ടി. ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ കുടുംബത്തിനും എനിക്കും ചെയ്തു തന്ന കൃപാസന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 44 8 തിരുവചനം പറയുന്നു, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. അലീഷ എന്ന സഹോദരിയുടെ വളരെ പവർഫുള്ളായൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വേണ്ടി ഈ സഹോദരി അത് കാഴ്ചവെക്കുകയായിരുന്നു. തനിക്ക് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഇറഗുലറായ പീരീഡ്സ് മൂലം അതിനെ ട്രീറ്റ് ചെയ്തിട്ടും സുഖപ്പെടാതിരുന്ന ഒരവസ്ഥയിലാണ് ശക്തമായി പരിശുദ്ധ അമ്മയോട് സഹോദരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അൺമാരീഡായ ഈ മകൾക്ക് DNC വേണ്ട എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിലും പിന്നീട് അത് ചെയ്യാൻ അവർ സജസ്റ്റ് ചെയ്തപ്പോൾ ഈ സഹോദരി ശക്തമായി പ്രാർത്ഥിച്ചു. അതിലൂടെ ആ സമയങ്ങളിലെല്ലാം തൻ്റെ പ്രൈവറ്റ് പാർട്ടിലുള്ള ആ ഭയങ്കരമായ വേദന പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പറഞ്ഞു, എനിക്ക് ഓപ്പറേഷൻ ഇല്ലാതെ DNC ഇല്ലാതെ എൻ്റെ അസുഖം മാറുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, ഞാൻ അമ്മയുടെ അടുത്ത് വന്നോളാം എന്നൊരു പ്രോമിസ് ചെയ്തു. അതനുസരിച്ച് ആ ദിവസം ഇവിടെ നിന്ന് പോയി ഉടമ്പടി പുതുക്കി ഇവിടെ നിന്ന് പോയി. ആൾക്ക് അന്ന് ഭയങ്കര പെയിനായിരുന്നു. ഹോസ്പിറ്റലിൽ പിറ്റേ ദിവസം അഡ്മിറ്റ് ചെയ്തു. ആ ബ്ലഡ് കോട്ട് തന്നെ ഇറങ്ങി വരികയും അത് ബയോപ്സിക്ക് അയച്ച് അതിൽ യാതൊരു കുഴപ്പവുമില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തൊരു വലിയ അത്ഭുതമാണ്. ഈശോയ്ക്ക് വളരെയധികം നന്ദി പറയേണ്ട ഒരു സാക്ഷ്യമാണ്. അതുപോലെ തന്നെ ഈ സഹോദരി ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയായിരുന്നു. ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തപ്പോൾ വിസിറ്റിംഗ് വിസയിൽ ബഹ്റൈനിൽ പോയി അവിടെ 8 മാസത്തോളം വളരെ സൈലൻ്റായി ജീവിക്കേണ്ട ഒരവസ്ഥ വന്നു. അപ്പോഴെല്ലാം 3 മാസം ബാക്കിയുള്ളപ്പോൾ ഈ സഹോദരി ശക്തമായി പ്രാർത്ഥിച്ചു, എനിക്ക് ബഹ്റൈനിലൊരു വർക്കിംഗ് വിസ തരികയാണെങ്കിൽ ഞാൻ പരിശുദ്ധ അമ്മയെ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം. ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൽ വലിയൊരു അത്ഭുതം. നാം പരിശുദ്ധ അമ്മയെക്കുറിച്ച്, കൃപാസനത്തിലെ അമ്മയെക്കുറിച്ച് നമ്മൾ അറിയുന്നത് ഇങ്ങനെയാണ്, സമയ ചുരുക്കത്തിൻ്റെ അമ്മ. സമയാസമയമനുസരിച്ച് സമയം നീട്ടിക്കൊടുക്കുന്ന ഒരു അവസ്ഥ കൂടി ഈ സാക്ഷ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ മകൾക്ക് സമയം നീട്ടിക്കൊടുക്കേണ്ട ഒരവസ്ഥയായിരുന്നു. മകൾക്ക് ഇവിടെ വന്ന് അവിടെ വർക്കിംഗ് വിസ കിട്ടി, അവിടെ തന്നെ ജോലി ചെയ്യാൻ അനുവദിച്ചു. അതിനുശേഷം 2 ദിവസത്തെ ലീവ് കൊടുത്തപ്പോൾ ഒരു പെറുപെറുപ്പോടുകൂടി സഹോദരി പറയുകയായിരുന്നു, എനിക്കൊരു ദിവസമേ ഉള്ളൂ, ഇനി കൃപാസനത്തിൽ പോയാൽ എൻ്റെ സമയം മുഴുവൻ നഷ്ടപ്പെടും എന്നൊക്കെ അമ്മയോട് പരാതി പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ആ സമയം നീട്ടിക്കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം 2 ആഴ്ചയ്ക്കുള്ള സമയം നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ മകൾക്ക് മനസ്സിലായി എൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ ക്രമീകരിക്കുന്നു എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ തൻ്റെ ചേട്ടായിക്കുള്ള ഒരു അത്ഭുത സാക്ഷ്യം സഹോദരിയോട് പ്രസ്താവിക്കുകയുണ്ടായി. ചേട്ടനൊരു കിഡ്നി സ്റ്റോൺ എന്നൊരു അസുഖമുണ്ടായി. അത് നാട്ടിൽ വന്നപ്പോഴാണ് അത് ഡയഗ്നോസ് ചെയ്തത്. അത് ഓപ്പറേഷനൊന്നും കൂടാതെ യൂറിനിലൂടെ പുറത്തു പോയി. അത് ഇവരുടെ ഉടമ്പടി വസ്തുക്കളുടെ, വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗത്താലാണെന്നും ശക്തമായ പ്രാർത്ഥനയാലാണെന്നും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ ചെയ്ത വലിയൊരു അത്ഭുതമാണെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിൽ എന്ന് തോന്നിക്കുന്ന ഒരു വൈറസ് സഹോദരനുണ്ടായിരുന്നു. അതും പ്രാർത്ഥനയിലൂടെ അവർക്ക് സൗഖ്യം പ്രാപിച്ചു. ഈ സഹോദരിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പ്രാർത്ഥിക്കാനോ ജപമാല അർപ്പിക്കാനോ ബൈബിൾ വായിക്കാനോ. പക്ഷെ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ എല്ലാം അതിനൊക്കെ ഒരു ആഗ്രഹം, ഒരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങി. ഇപ്പോൾ പരിശുദ്ധ അമ്മയോടാണ് എല്ലാ കാര്യങ്ങളും ഈ സഹോദരി ആലോചനയെടുക്കുന്നതും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള തീക്ഷ്ണമായ ആഗ്രഹവും, അതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ പോയി കുമ്പസാരിക്കാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനും കാരുണ്യപ്രവൃത്തികൾ ചെയ്യാനും കൂടുതൽ സമയം വചനം വായിക്കുവാനും അതിനെക്കുറിച്ച് സംസാരിക്കുവാനും ഒക്കെ അറിയാതെ തന്നെ ഒരു തീക്ഷ്ണത, ഒരു എമ്മൗസ് അനുഭവം ഈ സഹോദരിക്ക് ഈശോ കൊടുത്തിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും വലിയൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.